ഇവിടേക്ക് ഞങ്ങൾക്ക് ശരിക്കും കടക്കാൻ പറ്റാത്ത. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് മമ്മാൻ്റെ ഇരുന്ന് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് മമ്മാൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് കുറച്ച് പൂവൊക്കെ അതുമ്മ ഫിറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു ചെറിയ ബൊക്ക പോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അത് ഇപ്പോൾ ക്രോച്ചയുടെ എന്താ പറയുക ഭാഗത്ത് ദബനാണ് ട്രെൻഡിങ്. ഞാൻ ഈ പൂവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് പൂവിനെ അതിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ചോറ് തന്നായിരുന്നു. നല്ല മോരുകറിയും പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഞാൻ മുക്കാൽ അടിച്ച് വിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാറ്റിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾക്ക് എന്താ പറയുക മോനാകുമ്പോൾ ബീച്ചിലേക്ക് ഒന്ന് പോകാണ്ടായിരുന്നു. വീഡിയോ എടുക്കാനും കുറച്ച് വീഡിയോ എടുക്കാൻ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് തീരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം മമ്മിനെ കാണാനും പോകുന്നുണ്ട്. എടുത്തോ അങ്ങനെ ഒരു കെട്ട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന്. പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ട് തിന്നാനുള്ള ഞാൻ എന്താ പറയുക ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ ഫ്രണ്ട്സ് ഞങ്ങൾ അവിടുന്ന് വിട്ടു. ഇനി ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് തിരുമമ്മിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് മുനമ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറച്ച് മണ്ണ് കൂടി കിടക്കുന്നുണ്ടായി, അതും കൂടി ഉണ്ടായിരുന്നില്ല. കടലും പിന്നെ ഒരു പുഴയും കൂടി ഒന്നാക്കിയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. അവിടുത്തെ എന്താ പറയുക ഞങ്ങളിപ്പോൾ വന്നാലും കയറുന്നൊരു കടയൊക്കെ തന്നെയുണ്ട്. ഞങ്ങൾ വന്നു ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മച്ചി എന്താ പറയുക ഒരു പൊരിച്ച പത്തിരി എടുത്ത് പിന്നെ ഇതൊക്കെ എടുത്തിട്ട് ബീഫ് കറിയും കൂട്ടി തിന്നുകയാണ് ചെയ്തത്. ഞാൻ ഒരിക്കൊരു എന്താ പറയുക ഉള്ളിവട തിന്നപ്പോൾ തന്നെ മതിയായി. നടന്നു ഈ എന്തിനിപ്പോൾ അടുത്ത് വേണ്ട എന്താ മോരിങ്ങനെ എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇലയുള്ള സ്ഥലമുണ്ട്, അവിടേക്കാണ് പോയത്. ഇനി സൈഡ് കാണിക്കാം, മുടിയുടെ സൈഡ് ബോർഡ് സൈഡ് ഇങ്ങനെ ഇങ്ങനെ കുറച്ചായിട്ട് നടന്നു നേരെ ബേക്ക് ഞാനൊന്ന് നല്ലപോലെ വീടെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അതിൻ്റെ ഷാൾ അവിടുന്ന് വരും. എൻ്റെ തലയിലാണ് കേട്ടോ അവർ ഈ കാട്ടുന്നത്. ഇവിടുത്തെ വള്ളിയൊക്കെ വെച്ചിട്ട് എൻ്റെ തലയിലാണ് വെക്കുന്നത്. എനിക്ക് ഈ ഒരു കൊമ്പറ്റ് തലയിൽ കുത്തുണ്ടായിരുന്നു. പക്ഷേ കാര്യമാക്കിയില്ല, ഇല്ലെങ്കിൽ എന്നെ ചീത്തറ കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഇതിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് മറ്റേ മോണയത്തെ ഒരു പെണ്ണില്ല അതുപോലെ ഉണ്ട് എന്നെ കാണാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്കണ്ട് ഇറങ്ങാൻ പോവാണ്.
പിന്നെ ചിപ്പോതാൻ്റെ കൊച്ചു കൊച്ചു കുസൃതികളാണ് നിങ്ങൾ കാണുന്നത്. കാട്ടിക്കണല്ലോ കാലിലൊക്കെ മണ്ണാക്കി മിച്ചു അവന്റെ പാൻറ്റുമ്പോ മണ്ണാക്കി. പിന്നെ എന്താ ഉമ്മച്ചും കൂടി ഒന്നായിക്കാനുള്ള കൊച്ചു കൊച്ചു പരാതികളാണ് ഇതൊക്കെ. പിന്നെ എന്താ എൻ്റെ ഒരു മോണായിട്ടാണ് ചിപ്പാത്താൻ്റെ പോലെ അഴക്കിയ കണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനക്ക് നല്ലതുള്ള മണ്ണിറച്ചിയിൽ അതിൻ്റെ ഉമ്മച്ചിയുടെ എന്താ പറയുക ഡ്രസ്സിൻ്റെ ഉള്ളിൽ കാണുന്ന നേരെ പോയത്. പിന്നെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൻ ഒറ്റ ഓട്ടാണ്, ആരുടെ കയ്യിലും നിൽക്കില്ല. അപ്പം എൻ്റെ അടുത്തേക്കാണ് ഓടുന്നത്, പക്ഷേ വേറെ അങ്ങോട്ട് ഓടുന്ന പോലെയാണ്. ഓനെന്തോ കെട്ടയച്ച് വിട്ട പോലെയാണ് ഓന് ഓടുന്നത് കിട്ടുക. ഓനെ ഒടുവിൽ ഓനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഓനവിടെ വെക്കും ചെയ്ത് അതവനെ കിട്ടാനുള്ള പണി. കല്ലുണ്ട് ഇതിപ്പോ പൂവ് ഇറങ്ങിക്കോ ഇറങ്ങ്. ഞാൻ അവിടെ നിന്നട്ടാ, അവിടെ നിന്ന് പറയാ. ശരി. ആ എങ്ങനെ കേറും? വേണ്ട വേണ്ട, വെള്ളത്തിൽ പോയിട്ട് ലാസ്റ്റ് എവിടെ എന്ത് തവള ഇങ്ങനെ വന്നാ പോയിക്കണേ. ചിപ്പു നിന്റെ ഉടമസ്ഥൻ ആരാണ്? നീ എവിടെ? അപ്പം ഇങ്ങോട്ട് ഇറങ്ങാനും കൂടി പറ്റുണ്ടാവില്ല. കായൽ പറയുമ്പോൾ നല്ല ശക്തിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വീഴുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റുണ്ടാവില്ല. അത് ഫുള്ള് മുങ്ങിപ്പോകും കേട്ടോ. അത് പൈലന്റ് പോലെയാണ് നിൽക്കുന്നത്. ഈ ഒരു ചാല് നേരെ പോകുന്നത് അവിടെ എന്താ പറയുക കടലും കായലും കൂടി മിക്സ് ആവണ സ്ഥലമാണ് കേട്ടോ. അത് അങ്ങനെ നേരെ പോയിട്ട് അവിടെയാണ് മിക്സ് ആവണത്. അപ്പുറത്തേക്ക് കടക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇങ്ങോട്ടാണ് വരല്. അപ്പം ഇങ്ങോട്ട് തന്നെ വന്ന് ഇങ്ങോട്ട് തന്നെ കിടക്കാൻ പറ്റിയത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കിടക്കുന്നത്. എന്താ വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി ഞങ്ങൾ അങ്ങനെ നേരെ പോയി. ഇന്നത്തെ വീഡിയോ ചെറിയ വ്ളോഗായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ ബൈ.